ആർ സ്പേസ് എന്ന് ആബിദാണ്. ഒരു വീട്, പഴയൊരു വീട് പൊളിക്കാതെ എങ്ങനെ ചെയ്യാന്നുള്ളതിന് നമുക്കൊരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു അവസരം കിട്ടിയതാണ്. നല്ലൊരു ക്ലയൻറ്റ് ജാബിർ സാറ് നമ്മളൊപ്പം ഉണ്ട്. ഇപ്പം ഞാൻ ഇയാളുടെ വീട് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ തീരുന്ന വരെയുള്ള കാര്യങ്ങൾ പുള്ളി എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതും പുള്ളിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അതുപോലെ പുള്ളി മനസ്സിന് ആഗ്രഹിച്ചുള്ള ഒരു ഡിസൈൻ നമ്മൾ ഏൽപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഡിസൈൻ കണ്ടപ്പോൾ അയാളുടെ മനസ്സിന് മാച്ചായതാണെന്ന് കണ്ടിട്ടാണ് നമ്മൾ വിളിച്ചത്. ആ വീടിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ് ഞങ്ങളോട് വന്നിട്ട്. ഇപ്പോൾ നമ്മളെ വീട് കംപ്ലീറ്റ് ആയി, ഹൗസ് വാമിങ് കഴിഞ്ഞു. നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ഞങ്ങളെ ഹയർ ചെയ്യാനുള്ളൊരു റീസൺ ഉണ്ടാവുമല്ലോ, അതൊന്ന് സാറിന് പറയാമോ? ശരിക്കും എൻ്റെ ഈ വീട് ഒരു 40 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ വീടിനോട് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇമോഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വാപ്പൊക്കെ ആണെങ്കിലും ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വീടാണ്. പിന്നെ മെറ്റീരിയൽസൊക്കെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ കേടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് പിന്നെ മെറ്റീരിയൽസ് മാക്സിമം ഇതിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകണം. മാക്സിമം പിന്നെ എന്ത് ചെയ്ത് വാളുകളൊന്നും അതുപോലെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത ചെയ്യുന്നുണ്ടായിരുന്നത്. കംപ്ലീറ്റ് പൊളിച്ചു മാറ്റുന്നതിന് ഞാൻ എതിരായിരുന്നു. പൊതുവെ അങ്ങനത്തെ ഒരു അത് വേണ്ട, അത് നല്ല എല്ലാം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സസ്റ്റൈനബിളിന്റെ ഭാഗമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ ഒരുപാട് ആളുകൾ അപ്രോച്ച് ചെയ്തിരുന്നു ഈ വിഷയത്തിൽ. അപ്പോൾ പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോ പഴയ വീടല്ലേ, അതിന് മാക്സിമം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏച്ചുകൂട്ടിയ പോലെ ഇരിക്കും. കാരണം റിനോവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്നത് അതൊരു ഏച്ചുകൂട്ടിയ പോലെ ഇരിക്കും. എന്തായാലും ആ പഴയ കണ്ടന്റും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കും, ചെറിയൊരു കോസ്മെറ്റിക് ചേഞ്ച് ഉണ്ടാവുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ 2-3 പ്ലാനുകളൊക്കെ കൊടുത്തൊക്കെ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ യൂട്യൂബിലാണ് നിങ്ങളുടെ വീഡിയോ കണ്ടത്. നിങ്ങളുടെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ട് മുതൽ എനിക്ക് ആ ഒരു എയർ ഫ്രെയിം, ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവസാനത്തെ ഓപ്ഷൻ എന്നുള്ള നിലക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, വിളിച്ചിട്ട് വരാൻ പറയുന്നതും. പിന്നെ നിങ്ങൾ ആ ഡിസൈന് തന്നപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയതും എന്നാലും എൻ്റെ പഴയ വീടെന്ന് ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ആ ഡിസൈൻ ഉണ്ടായത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു കാര്യം, എനിക്ക് ആ ഡിസൈനിൽ ഒരു മാറ്റം വരുത്താതെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളതായിരുന്നു തീരുമാനം. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ശരിക്കും നിങ്ങൾ അന്ന് തന്ന വീഡിയോ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറൻസും കാണാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ കണ്ടത് ഇതിലിപ്പോ ഈ വീടിന്റെ മരങ്ങൾ കംപ്ലീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 99% ഓഫ് വുഡും നമ്മൾ പഴയ മരം തന്നെ യൂസ് ചെയ്തത്. പിന്നെ ചുമരുകൾ എനിക്ക് തോന്നുന്നു 20-25% ചുമരുകൾ മാത്രമേ പൊളിച്ചു. പക്ഷെ ആ പൊളിച്ച ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒരു 100% ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് നടന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ പല ചുമരുകൾ പൊളിക്കുമ്പോൾ, അതുപോലെ പല ഭാഗങ്ങൾ പൊളിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ പലർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. ഐ മീൻ അത് പൊളിഞ്ഞാടോ, അതിൻ്റെ ഒരു സേഫ്റ്റി അങ്ങനെ എന്തെങ്കിലും ആളുകൾക്ക് ഫീൽ ചെയ്തിരുന്നു? അല്ല, അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞത് ഇനിയിപ്പോൾ അതിന് ഏച്ചൂട്ടി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഏച്ചൂട്ടിയെ പോലെ നിൽക്കും, ചുമരുകൾക്കൊന്നും ഉറപ്പുണ്ടാവണമെന്നില്ല, പഴയ കാലത്തെ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഈവൻ ഓരോ വർക്കിന്റെ ഓരോ സ്റ്റേജിലും തന്നെ നമ്മളെ എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ലായിരുന്നു പല കാര്യങ്ങളും. വീട്ടുകാർക്ക് വരെ പേടിയുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും വലിയ ചാലഞ്ചാണ് എടുത്തത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിന്റെ ഫുള്ള് പിക്ചർ എന്റെ മനസ്സിൽ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കും, ബാക്കിയുള്ളവരൊന്നും കാണില്ലല്ലോ. അപ്പൊ ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. പല ആൾക്കാരും ചോദിച്ചു ഈ വാളെങ്ങനെ ഇവിടെ നിർത്തിയിരിക്കണത്, ഈവൻ ആ പഴയ തക്കന്തിരാന്ന് പറഞ്ഞ സാധനം അതൊക്കെ അത്. പക്ഷെ ഇതില് ഈ ഇവിടെ വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതെങ്ങനെ നിലനിർത്തിയിട്ടുള്ളതാണ് അതല്ലേ. അത് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ശരിക്കും ഒരു ഫ്യൂഷനാണ് പുതിയ പഴയ ട്രഡീഷന്റെയും ഒരു ആസ്തറ്റിക് ഡിസൈൻ എന്ന് പറയില്ല, ശരിക്കും അതാണ് ഇതിൽ എന്ത് ചെയ്തത്. നമ്മൾ പഴയൊരു വീട് എന്നുള്ള തന്നെ അല്ലല്ലോ, നമ്മൾ പുതിയ വീട് നമുക്ക് വേണം, എന്നാലാണ് പഴയ വീട് പൊളിക്കാൻ പാടില്ല എന്നാണല്ലോ നിങ്ങളുടെ റിക്വയർമെന്റ്. പിന്നെ നമ്മൾ അത് പൊളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് വാളുകൾ ഉണ്ടായിരുന്നു, ചുമരുകളുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഈ ഹാളിന്റെ ഇടയിൽ 2 ചുമരുകളാണ് നമ്മൾ കളഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും സെന്ററിലുള്ള വാൾ എന്ന് പറഞ്ഞാൽ ലോഡ് ബിയറിംഗ് ആണ്. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും വേറെ എലമെന്റ് ആഡ് ചെയ്യണം. നമ്മൾ അതിനുള്ള സ്ട്രെങ്തൻ ചെയ്യാനുള്ള ബീം, ഇരുമ്പിന്റെ ബീമുകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ
നമുക്ക് ആ കാര്യത്തിലൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ മീൻസ് അത് ഈവൻ അത് ആ ബീം പോയി സപ്പോർട്ട് ചെയ്യുന്നതിനെ മറ്റൊരു ബീമിലോട്ടാണ് നമ്മൾ പൊളിച്ച് കളഞ്ഞ വാളിന്റെ ഒരു ബീമിലോട്ട് പോകണം. അപ്പോൾ അങ്ങനെ റിസ്ക് പാർട്ടാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ മാത്രമല്ല അതിന്റെ അതർ സൈഡ് ശരിക്കും ഒരു കോൺക്രീറ്റ് സ്ലാബാണ്. അപ്പോൾ അതൊരു റിസ്ക് ആണ്, കാരണം കോൺക്രീറ്റ് സ്ലാബ് ആയതുകൊണ്ട് വെയിറ്റും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ശരിക്കും ആർക്കും ഒരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ റൂമുകൾ അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഞാൻ ചെയ്തു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു യൂട്ടിലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗങ്ങളൊക്കെ? ആകെ വീട്ടുകാർക്കുണ്ടായിരുന്ന ഒറ്റ കണ്ടീഷനും ഒരു 3 ബെഡ്റൂം താഴെ വേണം എന്നുള്ളതായിരുന്നു അവരുടെ ഫാമിലിന്റെ ഒരു കണ്ടീഷൻ. എനിക്ക് എൻ്റെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് നല്ല കാറ്റും വെളിച്ചം വീട്ടിൽ വേണം, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടണം വീട്ടിൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ്. എന്നാൽ ഒരു നാച്ചുറൽ നമുക്ക് പുറത്തുനിന്നുള്ള നാച്ചുറൽ ലൈറ്റിങ്ങും ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ആ മഴന്റെ തൊട്ടടുത്ത് ചെന്നിരിക്കുന്ന ഫീലിംഗ് ഒക്കെ കിട്ടണമെന്നുള്ളതാണ്. ശരിക്കും ഈ ലിവിംഗ് റൂമിൽ അത് ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. മഴ പുറത്ത് പെയ്യുമ്പോൾ നമ്മൾ മഴ കൊള്ളുന്നില്ല എന്നുള്ളൂ, പക്ഷെ മഴ അതായത് സൗണ്ടുകളും ഈവൻ പുറത്തുനിന്നുള്ള സൗണ്ടുകളൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പിന്നെ ലൈറ്റിങ് ഇപ്പോൾ 24 ഇവ രാത്രി 7 മണി വരെ ഇതിന്റെ ഉള്ളിൽ നല്ല ലൈറ്റാണ്. ലൈറ്റിങ്ങിന് ഒരു ആവശ്യം ഇവിടെ വരാറില്ല. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ വന്ന ഉടനെ വെയിലിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താ അതിലൊരു അതായത് ഇപ്പൊ നമ്മളെ നാട്ടിലേ പിന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോ പ്രത്യേകിച്ച് ഈ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി വളരെ കുറവാണ്. കാരണം നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ വീട്ടിൽ നിന്ന് നേരെ പിന്നെ കാറിലേക്ക്, കാറിന് പിന്നെ ഓഫീസിലേക്ക്, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇപ്പൊ വെയിലൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, ശരിക്കും കൊള്ളുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസിന്റെ ഒക്കെ കുറവ് നന്നായിട്ടുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന വീടിന്റെ ഉള്ളിൽ തന്നെ ഈ ലൈറ്റിംഗ് ഒക്കെ അബ്സോർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഇനി അതിനൊരു സൊല്യൂഷൻ ആവുള്ളൂ. അപ്പൊ ഞാൻ പറയും വൈറ്റമിൻ ഡെഫിഷ്യൻസിന്റെ കുറവുള്ളവർക്ക് ശരിക്കും ലിവിംഗ് റൂമിൽ ഇരുന്നാൽ തന്നെ എന്താവും ആ പ്രശ്നം തീരും എന്നുള്ളതാണ്. കാരണം പ്രൈവസി ഉണ്ട്, അത് നമുക്ക് ആ വീടിന്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ലൈറ്റ് അത്യാവശ്യം എല്ലാ ഏരിയയിലും, കാറ്റ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. എന്നാൽ തന്നെ നമുക്ക് മൈൻഡ് ഫ്രീ ആവാനോ ഒരുപാട് അസുഖങ്ങൾ വരെ കുറക്കാൻ പറ്റുന്നുള്ളൂ. അതെ, ശരിക്കും നമ്മളിപ്പോ ഇതിലെ നേരെ ത്രൂ ആയിട്ട് കാറ്റ് പോകുന്നതിനുള്ള നേരെ സൗകര്യം ചെയ്തിട്ടുണ്ട് നമ്മള്. പിന്നെ ഇപ്പൊ സ്റ്റെയർ നമ്മൾ അന്ന് വരുമ്പോ നല്ലൊരു കോൺക്രീറ്റിന്റെ സ്റ്റെയർ ഉണ്ടായിരുന്നു, അത് നമ്മൾ കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞല്ലോ. സ്റ്റെയറിനെ കുറിച്ചാണ് ഇപ്പൊ വീട്ടുകാർക്ക് മുകളിലേക്ക് റൂം വേണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ കയറിയിട്ട് കാലിനും കാൽമുട്ടിനൊക്കെ വേദന വന്നിട്ട്. അതുകൊണ്ട് 3 ബെഡ്റൂമുള്ള ചെറിയ താഴത്ത് മാത്രം ഉള്ള 3 ബെഡ്റൂമുള്ള വീട് മതിയെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ വെച്ച് സ്റ്റെയർ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഈ വീട്ടിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് സ്റ്റെയർ ആണ്. ഇപ്പൊ വീട്ടിലെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ഡെയിലി പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു എഫേർട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ആ സ്റ്റെപ്പുകളൊക്കെ ഡിസൈൻ ചെയ്ത രീതി അത് വളരെ പിന്നെ ശരിക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മൾ സ്റ്റെയർ എന്ന് പറയുന്നത്. കാരണം ഇതേപോലെ നമ്മളെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത്. മെന്റലായിട്ടുള്ള സ്ട്രെസ്സുകളും ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ശരിക്കും ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ തന്നെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് തെളിവാണ് ആ സ്റ്റെയർ. പിന്നെ നമ്മൾ അതുപോലെ മുകളിൽ നല്ലൊരു ലൈബ്രറി പോലെ ഒരു ഏരിയ നിങ്ങൾ ഒരു അക്കാദമിക്സിലൊക്കെ പിന്നെ ഇൻവോൾവ് ചെയ്യുന്ന ആളാണ്. കോളേജ് ലെക്ചറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു 2-3 മണിക്കൂർ ഞാൻ ഡെയിലി വായിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് വായിക്കാൻ എപ്പോഴും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ എയർ ഫ്രെയിമിന്റെ ഒരു ഏരിയ അതിനു വേണ്ടി മാറ്റി വെച്ച്. ശരിക്കും നമ്മളിപ്പോ കുട്ടികളൊക്കെ അവിടെ തന്നെയാണ് ഇരിക്കല്. അപ്പൊ അവർക്ക് ഒരു പർപ്പസോട് കൂടിയിട്ട് അവർ ഇരിക്കുക എന്നുള്ള ഒരു ബെനിഫിറ്റ് അതിനുണ്ട്. നല്ല കാറ്റും വിളിച്ചും. അവിടെ ഏറ്റവും രസം നൈറ്റിൽ ഇരിക്കാൻ മഴക്കാലത്തൊക്കെ നല്ല സുഖമാണ് അവിടെ ഇരിക്കാനും. ഇപ്പൊ ഞാൻ അവിടെ ഒരു കട്ടിലൊക്കെ കൊണ്ടിട്ട് അവിടെ ചിലപ്പോ ഉറങ്ങാറുണ്ട്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾ മെയിൻ പാർട്ടായിട്ട് കണ്ട ഇപ്പോൾ കൺസ്ട്രക്ഷൻ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡും ഈ ഒരു ഡിസൈനിലും കണ്ട മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സസ്റ്റൈനബിലിറ്റിയും അതുപോലെയുള്ള ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന മാക്സിമം സ്റ്റീലാണ്. ഈ GI പൈപ്പുകളാണ്. ഇതൊക്കെ റീയൂസബിൾ ആണ്. പിന്നെയുള്ള മരങ്ങളേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 40 വർഷം മുമ്പുള്ള ചുമര് മാത്രമേ ഈ വീട്ടിനുള്ളൂ. മരവും ഇപ്പൊ നിങ്ങളെ പഴയ മരം അപ്പൊ ഈവൻ ഇതിലിപ്പോ ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് റൂഫ് ഏരിയ ഉണ്ട്. വീടാകെ 1500-2000 സ്ക്വയർ ഫീറ്റ് ഉള്ളെങ്കിൽ റൂഫ് ഏരിയ അത്രയുണ്ട്. അപ്പൊ അത്രയും റൂഫ് ഏരിയ ഉപയോഗിച്ചിരിക്കുന്ന ടൈലാണെങ്കിലും പിന്നെ സീലിംഗ് ബോർഡ് ആണെങ്കിലും ഇതൊക്കെ ഒരു 40 വർഷം കഴിഞ്ഞാൽ ഇനിയും യൂസ് ചെയ്യാൻ പറ്റും. 100 വർഷമൊക്കെ നിൽക്കും. കാരണം ഞാൻ ഈ പഴയ വീടിന്റെ ഓടനെയാണ് എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത്.
വർഷം കഴിഞ്ഞ അതെ ഓടാണ്. അതെ അതിന്റെ വാല്യൂ തന്നെ നോക്കിയാൽ മതി. അന്ന് ഇത്ര പൈസ കിട്ടിയതാണല്ലോ ഇപ്പൊ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റിയത്. അതെ, അത് നമ്മൾ പിന്നെ കുറേ ഇയേഴ്സ് കഴിയുമ്പോൾ കാരണം ഒരു ക്യാഷിന്റെ മൂല്യത്തിൽ ആ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ നമ്മൾ വാങ്ങുമ്പോഴുള്ള റേറ്റ് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും വലിയൊരു ഡിഫറൻസ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ വേറെ ചില പാഷ്യോസ് അങ്ങനെ സംഭവം മീൻസ് നമ്മൾ ബാക്കിലൊന്ന് സെറ്റ് ചെയ്തിരുന്നു. അതുപോലെ ഇവിടെ ഒരു വെള്ളം ചാടുന്ന ഒരു സൗകര്യം ഉണ്ട്. അത് മീൻസ് നമ്മൾ സെറ്റ് ചെയ്ത് പിന്നീട് നമ്മൾ അതൊരു ആദ്യത്തെ ഒരു സ്റ്റൈലിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തി. ഇപ്പൊ എന്താണ് അതിന്റെ ഒരു ഇപ്പൊ സത്യത്തിൽ ആദ്യം വീട്ടുകാർ പറഞ്ഞിരുന്നത് ഈ വെള്ളം ചാടേണ്ട കാരണം ഉള്ളിലൊക്കെ പ്രശ്നങ്ങളാവും. കാരണം അവർക്ക് കുറെ വേറെ സ്ഥലങ്ങളിൽ ഫീഡ്ബാക്ക് കിട്ടിയപ്പോ വീടിന്റെ ഉള്ളില് അത്ര വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോ വെള്ളം ചാടാനുള്ള സ്പേസ് നമ്മൾ ഇട്ടല്ലോ. ഇപ്പൊ വെള്ളം ചാടുന്നത് കഴിഞ്ഞ് നിർത്തണ്ടെന്നുള്ള അഭിപ്രായത്തിലാണ്. കാരണം അത് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു നല്ല ഫീലിംഗ് ആണ് മഴത്ത് ആ വെള്ളം ഇങ്ങനെ ചാടുന്നത് കാണാനായിട്ട്. മഴ കണ്ടിരിക്കുന്ന ഒരു കണ്ണിനൊരു കുളിരാണല്ലോ. അതെ അതെ. അപ്പൊ അതുപോലെ ആയിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ വേറെ ഇപ്പം നമ്മൾ ഈ ലിവിങ് റൂം നമ്മൾ ആ 2 ചുമരൊക്കെ എടുത്ത് ഒന്നിച്ച് എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇപ്പൊ നമുക്കൊരു ഡൈനിങ് ടേബിളും അതുപോലെ കുറച്ച് സ്പേസ് ഫ്രീ ആയിട്ട് വേണമെന്ന് നമ്മൾ അന്നൊരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്കത് ഫിറ്റായിട്ട് കിട്ടുക. കാരണം ആ വാള് നമ്മൾ പൊളിച്ച് കളഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഡൈനിങ്ങിന്റെ സ്പേസ് ആംബിൾ സ്പേസ് നമുക്ക് കിട്ടി. പിന്നെ ആ ഡൈനിങ്ങിന്റെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് ആ തട്ടുംതിലാനുണ്ടല്ലോ. എല്ലാരും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാരും അഡീഷണലി ആ തട്ടുംതിലാൻ അടിയിൽ ചെയ്യുന്ന രീതിയാണ്. ഇത് നമ്മൾ ആ തട്ടുംതില അതേപോലെ നിലനിർത്തിയോണ്ട് വല്ലാത്തൊരു ഫീലാണ് ശരിക്കും നമ്മൾ ആ തട്ടുംതിലാൻ അവിടെ നിലനിർത്തിയത്. അപ്പൊ ആ ഡൈനിങ്ങൾ കംപ്ലീറ്റ് തട്ടുംതിലാനുള്ള ഡൈനിങ്ങളാണ് എന്ത് ചെയ്തത് കിട്ടിയത്. പിന്നെ നല്ല സ്പേഷ്യസ് ആയി ബാക്ക് ലിവിംഗ് റൂം അടക്കം അവിടെ. കാരണം ഈ വീട്ടിന്റെ കൊലയിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്താൽ തന്നെ ഈ കിച്ചണും ലിവിംഗ് റൂമും തമ്മിലുള്ള ദൂരം തന്നെ കുറഞ്ഞു. മനസ്സിലായില്ലേ? കുറഞ്ഞ സ്ഥലത്തിന്റെ ഉള്ളിലെ ഒരാൾക്ക് എന്തെങ്കിലും തിരിയേണ്ട ആവശ്യമില്ല. എല്ലാം ആക്സസബിൾ ആയിട്ടുള്ള രീതിയിൽ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചൺ അതൊരു എടുത്തു പറയേണ്ട സംഭവമല്ല. നമ്മളൊരു പിന്നെ അതിനെ നമ്മൾ ശരിക്കും ഒരു മോഡുലാർ കിച്ചന്റെ സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അതെന്താ നിങ്ങളൊരു എക്സ്പീരിയൻസ് ഫാമിലി കിച്ചൺ? ഇപ്പോ പിന്നെ ഇതില് സാധാരണ 2 കിച്ചണൊക്കെ ഉണ്ടാവുമല്ലോ. അതെ അതെ. അപ്പൊ ഈ കിച്ചന്റെ ഉള്ളിലാണ് ലേഡീസ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഉള്ളിൽ ശരിക്കും നോക്കി കഴിഞ്ഞാൽ 2-3 കിലോമീറ്റർ കിച്ചൺ നന്നായിട്ട് മാനേജ് ചെയ്താല് കുറെ നമ്മളുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആ ഒറ്റ കിച്ചണും ആ മോഡുലർ ആ കിച്ചന്റെ പ്രത്യേകത എല്ലാ കാര്യങ്ങളും ഒരേ ആക്സസിബിൾ ആണ്. ഇപ്പോൾ ഫ്രിഡ്ജായാലും വാഷിംഗ് മെഷീനാണ് എല്ലാം അവർക്ക് ഒറ്റ ചെറിയ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ വലിയൊരു കിച്ചണിലെല്ലാം നമുക്ക് എന്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെല്ലാം അതിന്റെ ഉപയോഗങ്ങളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ വേറെ ഒട്ടും പോകേണ്ട ആവശ്യമില്ല, എല്ലാം തൊട്ടടുത്ത് തന്നെ ആക്സസിബിൾ ആണ് എന്നുള്ളതാണ് ഒരു ലേഡീസിനെ പിന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആണ് ശരിക്കും. അപ്പോൾ പിന്നെ അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരാൾ നിങ്ങളോട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണത് നമുക്കൊരു എന്താണ് വീടിൻ്റെ ഈ ഒരു റിനോവേഷൻ, ഒരു പഴയ വീടിനെ നമ്മൾ മാക്സിമം സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ കോസ്റ്റ് കുറച്ച് നമ്മൾ പരമാവധി പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ഇത് ഒരാളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയാം? അത് ഒരു മുൻവിധി ഉണ്ടായിരുന്നു എല്ലാവർക്കും. റിനോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വീടിന്റെ കുറെ അതങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വളരെ കുറവായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇതിന്റെ മുമ്പ് വീട് ഒരുവിധം ഒരു 90% ആളുകളും വിചാരിക്കുന്നത് റിനോവേറ്റ് ചെയ്തതല്ല, ഇത് പുതിയത് ഉണ്ടാക്കിയതാണെന്നാണ് എന്ത് ചെയ്യുന്നത് പല ആൾക്കാരും വിചാരിക്കുന്നത്. കാരണം എൻ്റർലി ആ ഒരു പിന്നെ ഔട്ട്ലുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വീടിൻ്റെത് മാറിയിട്ടുണ്ട്. പിന്നെ വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ചില എലിമെന്റുകൾ കാണുമ്പോഴാണ് പഴയ വീടിന്റെ മനസ്സിലാവുന്നത്. അല്ലാതെ ഒരിക്കലും റിനോവേഷൻ ആണ്. പിന്നെ എനിക്കറിയാം റിനോവേഷൻ ആണെന്നുള്ളത്, പക്ഷെ പുറത്തുനിന്ന് ഒരാൾക്കൊന്നും റിനോവേഷൻ അറിയില്ല. അതിന് ഒരു കാര്യം മനസ്സിലാക്കുക, ശരിക്ക് നല്ലൊരു ഡിസൈനും നല്ലൊരു പിന്നെ ഒരു എന്താ കാഴ്ചപ്പാടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് വീടും ശരിക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി ഇങ്ങനത്തെ ഒരു പുതിയൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും 60 lakhിന് മുകളിലേക്ക് ബഡ്ജറ്റ് പോകും. അതിന്റെ എനിക്ക് എന്തായാലും 30% 40% സേവ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്താ പറയുക? ഇപ്പൊ പൊളിച്ചിട്ട് ഇപ്പൊ ഞങ്ങളോടൊക്കെ റെഗുലർ ആയിട്ട് വരുന്ന ഒരു കേസാണ്, പഴയ വീട് ഫോട്ടോസോ മറ്റുള്ളവ കാണിച്ചു തന്നിട്ട്. അപ്പൊ അവരോട് നിങ്ങൾ എന്താ പറയുക? ഇപ്പൊ നിങ്ങൾ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് പറയാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് പറയാനുള്ളതേ, നമ്മുടെ നാട്ടില് ഇങ്ങനെ അങ്ങനത്തെ റിനോവേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ആർക്കിടെക്റ്റിനെ പോയി കാണാന്നുള്ളതാണ്. കാരണം ഒരു ആർക്കിടെക്റ്റ് ആയത് എങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നത്,
അതിനനുസരിച്ചായിരിക്കും വീടിന്റെ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ശരിക്ക് നാട്ടിലെ ഒരു എല്ലാവരും ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പഴയ പോലെ തന്നെ പോകേണ്ടി വരും. ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് ഒരു നല്ലൊരു ആർക്കിടെക്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആർക്കിടെക്ട് ഡിസൈന് കുറച്ച് കോസ്റ്റ് ഉണ്ടെങ്കിലും പക്ഷെ ഒരു എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീട് നമ്മളുടെ മാക്സിമം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ വീട് വെക്കുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസൈനിന് കോസ്റ്റ് വന്നാലും കൺസ്ട്രക്ഷനിൽ കോസ്റ്റ് കുറയുന്നുണ്ട്. അത് അങ്ങനെ ആ ഡിസൈൻ കോസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ശരിക്കും കൺസ്ട്രക്ഷൻ മാനേജ് കുറഞ്ഞു കിട്ടുന്നത്. അപ്പൊ ശരിക്കും അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏത് വീടും എന്ത് ചെയ്യാം, പുതിയൊരു വീടിനെ പോലെ തന്നെ ഒരിക്കലും ഒരു പഴയ വീടായിരുന്നു എന്ന് തോന്നാത്ത രീതിയിൽ തന്നെ ചേഞ്ച് കൊണ്ടുവരാനും സൗകര്യങ്ങളൊക്കെ കൂട്ടാനും പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ അതുപോലെ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ്റെ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് വന്നൊരു ഇതെങ്ങനെയാണ്, ഒരു ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ഡെലിവറി ഉണ്ടായോ, അതേപോലെ എന്തെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ കൺസ്ട്രക്ഷൻ ഡിസൈൻ ഇതിൻ്റെ ഓവറോൾ നിങ്ങളെ 100% ഹാപ്പി എന്ന് പറഞ്ഞു, അത് ആ വിഷയത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒറ്റ ദിവസം ഡിലേ ഒന്നും വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 8 മാസം കൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതാണ് ഈ പ്രോജക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഡിലേ ഒന്നും വന്നിട്ടില്ല, ഒരു ഡേ പോലും എന്ത് ചെയ്തിട്ടില്ല, ഡിലേ വരാതെ നടന്നിട്ടുണ്ട്. പിന്നെ അതായത് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് വീടുണ്ടാക്കണം എന്നാണ് എന്ത് ചെയ്യുള്ളത്. നമ്മൾ മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീട് ഒരിക്കലും എന്താവില്ല, ഹാപ്പിനെസ് കിട്ടൂല. അപ്പൊ നമ്മളൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വീടുണ്ടാക്കേണ്ടത്. ഓരോരുത്തരും ഞാൻ മനസ്സിൽ യുണീക്കാണ്. എന്നെ സംബന്ധിച്ച് എന്റെ ഡിസൈന് എന്റെ സ്വന്തം ഡിസൈനാണ്, അത് വേറെയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിൽക്കുന്ന ഓരോ മൊമെന്റും ഭയങ്കര ഹാപ്പിനെസ് എന്ത് ചെയ്യും, അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈന് നിങ്ങളെ മനസ്സിന് ഇണങ്ങിയ ഒരു സാധനം. എന്റെ ഇഷ്ടപ്പെട്ട എന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് 100% കോൺക്രീറ്റ് ഇല്ലാത്ത പിന്നെ ഒരു വീട് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ട പോയിന്റ് കോൺക്രീറ്റ് ഇല്ല, ഇനി കോൺക്രീറ്റ് ഇല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. കോൺക്രീറ്റ് ഇല്ലാതെ എങ്ങനെ വീടുണ്ടാക്കാം, മാക്സിമം ഈ പ്രകൃതിയുടെ ചേർന്ന കളറുകൾ, ഇപ്പോൾ ആ റെഡും മണ്ണിന്റെ കളറും നാച്ചുറൽ കളറും ഒക്കെ ചേർന്ന ഒരു വീടുണ്ടാക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് എനിക്ക് ഈ ഒരു ഡിസൈനിലൂടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഡിസൈനിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന ചുമരുകൾ എടുത്ത് കളഞ്ഞ് ഇരുമ്പിൻ്റെ ബീമുകൾ കൊടുക്കുമ്പോൾ അതിലുള്ള ടെൻഷനും റിസ്ക്കും, അതുപോലെ നമ്മൾ ചെറിയ എലമെൻ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫർണിച്ചർ പോലും നമ്മൾ ഡിസൈൻ ചെയ്ത് ഓരോന്ന്, ഇപ്പോൾ സിറ്റ് ഔട്ടിലൊരു ബെഞ്ചൊക്കെ ഡിസൈൻ ചെയ്തിരുന്നു, അതെല്ലാം അതുപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളീൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായി. അതുപോലെ നമ്മൾ പഴയ മരങ്ങളും അതുപോലെയുള്ള റൂഫിന് ഉപയോഗിക്കുന്ന ഓടുകളടക്കം നമ്മൾ പഴയത് റീയൂസ് ചെയ്യണം എന്നുള്ളൊരു ഇത് അവിടെ വെച്ചിരുന്നു. അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ടേസ്റ്റും അത് തന്നെ ആയതുകൊണ്ട് തന്നെ പുള്ളി അതിനൊക്കെ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ജാബിർ സാറ് നമുക്ക് ക്ലയൻറ്റ് എന്നുള്ള നിലയ്ക്കുള്ള ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു. ഇദ്ദേഹം നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ ഡിസൈൻ്റെ ഫസ്റ്റ് ഫേസ് കൊടുക്കുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് എനിക്ക് നിർമ്മിക്കേണ്ടത്, ഞാൻ ഉദ്ദേശിച്ച അതേപോലെ ആയിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനായി കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, ഇനി ഇതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ ലാസ്റ്റ് വരെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും, അത് എല്ലാ നിലക്കും മെൻ്റലി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും നമുക്ക് മറ്റുള്ള രീതിയിൽ, ഇപ്പം ഈവൻ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ പല സ്റ്റേജിലും ലേബേഴ്സിൻ്റെ മറ്റുള്ള കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹം തന്നെ പല കോൺടാക്റ്റുകളും നമുക്ക് അറേഞ്ച് ചെയ്ത് തരികയും അങ്ങനെ ആ രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ആ ഡിസൈൻ എങ്ങനെയാണോ അത് പരിപൂർണമായിട്ട് അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സകല എല്ലാ ലെവലിലുള്ള സപ്പോർട്ടും ചെയ്തൊരു വ്യക്തിയാണത്. ഇതുപോലത്തെ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് ഏത് ടൈപ്പുള്ള ഡിസൈൻ ചെയ്താലും, എങ്ങനെ എത്ര വലിയതാണെങ്കിലും ഏത് ടൈപ്പുള്ള ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും, ഇതുപോലെ ഒരു റിനോവേഷൻ പോലത്തെ വർക്കാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള സംഭവത്തിനെ കറക്റ്റായിട്ട് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. ഒരു ക്ലയൻറ്റ് എങ്ങനെ ആവണം എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇദ്ദേഹത്തെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് അത് നമുക്ക് അതുപോലെ ഡിസൈൻ ചെയ്യാനും കഴിഞ്ഞു. അത് കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായും ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും അധികം വേണ്ട ഒരു കാര്യം എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്.